ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ കൗതുകകരമായ കാര്യങ്ങളിലൊന്ന് ടീമിലെ പേസർമാരുടെ സെലക്ഷൻ ആയിരുന്നു. കാരണം അവിടെ ഒരു റോയൽ മയം കാണാൻ സാധിക്കും. അതെ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മയം അവിടെ കാണാം. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട 3 പേസർമാർ IPL റോയൽ ചലഞ്ചേഴ്സിന്റെ താരങ്ങളാണ്. മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, യാഷ് ദയാൽ എന്നിവരാണ് റോയൽ ചലഞ്ചേഴ്സിൽ നിന്നും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരിക്കുന്നത്. പൊതുവെ IPL മോശം ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും റൺ വഴങ്ങാൻ മടിയില്ലാത്തവരെന്നും വിമർശിക്കപ്പെടുന്നവരാണ് റോയൽ ചലഞ്ചേഴ്സ് ബൗളർമാർ. എന്നാൽ ഇക്കുറി ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ പേസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ പോകുന്നത് RCB പേസർമാരാണ്. ഇത് ഒരേ സമയം ആശങ്കയും എന്നാൽ RCB ആരാധകർക്ക് കൂടുതൽ ആവേശം പകരുന്നതുമാണ്. കാരണം തങ്ങളുടെ സ്വന്തം പേസർമാർ കൂടുതൽ മികവിലേക്ക് ഉയരുന്നു എന്ന ആശ്വാസത്തിലാണ് RCB ആരാധകരെങ്കിൽ മറ്റു ചിലർ അല്പം ആശങ്കയിലാണ്. കാരണം ജയമുറപ്പിച്ച RCBയുടെ പല മത്സരങ്ങളും അവസാനം തോൽക്കുന്നത് ബൗളിംഗിലെ മോശം പ്രകടനം കൊണ്ടാകും. അത് ഇന്ത്യയുടെ ഈ മത്സരങ്ങളിലും പ്രകടമാകുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ആരാധകർ. 2022 ഏഷ്യ കപ്പ് ഫൈനലിൽ ശ്രീലങ്കയുടെ 7 വിക്കറ്റുകൾ വീഴ്ത്തിയ താരമാണ് മുഹമ്മദ് സിറാജ്. 8 സീസൺ IPL കളിച്ച സിറാജ് 7ലും റോയൽ ചലഞ്ചേഴ്സിന്റെ താരമായിരുന്നു. IPL 3 സീസണുകളിലായി 8 മത്സരങ്ങൾ മാത്രമാണ് ആകാശ് ദീപ് കളിച്ചത്. 10ന് മുകളിലാണ് ഓരോ സീസണിലെയും എക്കോണമി. എന്നാൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ആകാശ് ദീപ് മികച്ച പ്രകടനം നടത്തിയിരുന്നു. കഴിഞ്ഞ IPL സീസണിലെയും ആഭ്യന്തര ക്രിക്കറ്റിലെയും മികച്ച പ്രകടനമാണ് യാഷ് ദയാലിനെ ഇന്ത്യൻ ടീമിൽ എത്തിക്കാൻ കാരണമായത്. കോഹ്ലി ഉൾപ്പെടെ 4 റോയൽ ചലഞ്ചേഴ്സ് താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. 3 താരങ്ങൾ വീതം രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഇന്ത്യൻ ടീമിൽ ഇടമുള്ള താരങ്ങളാണ്. അതേസമയം ഇന്ത്യ നേരിടാൻ പോകുന്ന ബംഗ്ലാദേശ് ചില്ലറക്കാരല്ല. മികച്ച ഫോമിലാണ് ടീം ഇപ്പോൾ ഉള്ളത്. അതേസമയം സാധ്യത പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. RCBയുടെ 2 പേസർമാർ എന്തായാലും പ്ലേയിങ് 11 ഇടം പിടിക്കുമെന്നാണ് ഏവരുടെയും അഭിപ്രായം. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, സർഫറാസ് ഖാൻ, ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, ജസ്പ്രീത് ബുംറ, യാഷ് ദയാൽ തുടങ്ങിയവരാണ് ബംഗ്ലാദേശിനെ നേരിടാനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇവരിൽ ഇനി ആരെല്ലാം പ്ലേയിങ് 11 എത്തുമെന്ന് കാത്തിരുന്നറിയാം. ഒപ്പം തന്നെ RCBയുടെ ബൗളർമാർ പ്ലേയിങ് 11 എത്തുമോ എന്നും എത്തിയാൽ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നും അറിയാനായി RCB ആരാധകരും കാത്തിരിക്കുന്നുണ്ട്.